എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തൊപ്പി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. തൊപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എനിക്കൊന്ന് അറിയാൻ വേണ്ടിയാണ്. ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. കുറേ കാലം മുൻപ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വിമർശനം നേരിട്ട ഒരാളാണ് MRZ തൊപ്പി എന്ന് പറയുന്നത്. നിഹാദ് എന്നാണ് തൊപ്പിയുടെ യഥാർത്ഥ പേര്. പോലീസ് പിടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ ഒരു സമയത്ത് തൊപ്പി കാരണം ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്താണെന്ന് തോന്നുന്നു. ഒരു ഇനാഗുറേഷന് പോയിട്ട് അവിടെ വെച്ചിട്ട് കുട്ടികളെല്ലാം കൂടി ഭയങ്കര സീനുണ്ടാക്കിയിട്ട് നാട്ടുകാർ ഇടപെട്ട് തൊപ്പി വന്ന വഴിക്കാൻ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നു. അങ്ങനെ ഒരു സമയത്ത് തൊപ്പി തരംഗമായിരുന്നു. ആ തൊപ്പിയിൽ നിന്ന് ഇന്നത്തെ നിഹാദിലേക്കുള്ള മാറ്റം, ആ ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര ഒരു ചേഞ്ചാണ്. ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം തൊപ്പിയുടെ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോൾ ലിറ്ററലി എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഒരു സമയത്ത് ആളുകളെ കണ്ട് തെറി പറയിച്ചിരുന്നയാൾ ഇന്ന് പല ആൾക്കാർക്കും ദൈവതുല്യനാണ്. നമുക്ക് എന്തായാലും ആ വീഡിയോ കാണാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം ആൾക്കാരിലേക്ക് ഇത് എത്തും. ഈ വീഡിയോ നമ്മൾ നെഗറ്റീവ് മാത്രമാണ് സോഷ്യൽ മീഡിയ കൂടി സ്പ്രെഡ് ചെയ്യുന്നത് എന്നൊക്കെയാണല്ലോ എല്ലാവരും പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയും, എന്നാൽ നല്ലത് ചെയ്തത് കണ്ടാൽ നല്ലതെന്ന് തന്നെ പറയും, അതാരാണെങ്കിലും. സോ ഇവിടെ നമുക്ക് തൊപ്പിയുടെ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ ഗൈസ്, ഇത് സാധാരണ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഗിവ് അവേന്റെ പൈസ അല്ല. ഇത് എന്ന് വെച്ചൊരു കാര്യമുണ്ട്. നമ്മൾ 2 ദിവസം മുന്നേ ഒരു ഗിവ് അവേ കൊടുത്തിരുന്നു. അപ്പം അതിന്റെ താഴെ കമന്റിൽ വന്നിട്ട് ഒരു ഇത്ത വന്നിട്ട് മോനെ പൈസ എനിക്ക് തരുമോ, ഒരു സർജറി ചെയ്യാൻ, എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞൊരു കമന്റ് ഇട്ടു. അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ്. ആ ഗിവ് അവേ എങ്ങനെയെങ്കിലും ആ ഇത്താക്ക് കിട്ടണേന്ന് ഞാൻ കുറെ ആഗ്രഹിച്ചതാണ്. പക്ഷെ അത് നടന്നില്ല. 2 ദിവസം മുന്നേ നമ്മള് ഗിവ് അവേന്റെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്ത് വിന്നേഴ്സിന് പൈസ കൊടുത്തു. കാരണം വെച്ചാൽ നമുക്ക് ഇവന്റെ റൂൾസ് ഒന്നും തെറ്റിക്കാൻ പറ്റില്ല. റാൻഡം ആയിട്ട് കമന്റ് പിക്കറുമായി ആരാണോ സെലക്ട് ആവുന്നത് അവർക്ക് മാത്രമേ നമുക്ക് പൈസ കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഇപ്പം അങ്കമാലിയിലുള്ള MAGJ ഹോസ്പിറ്റലിലുണ്ട്. അപ്പൊ സർപ്രൈസ് ആയിട്ട് അവിടെ പോയിട്ട് ഇത്താന്റെ പ്രശ്നങ്ങളൊക്കെ തീർത്തു കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോവാ. അപ്പം നമുക്ക് പോയി നോക്കാം. കുറച്ച് അധികം നേരം ഇരുന്ന് സംസാരിച്ചു. അപ്പം ഹൈത്താന്റെ ഭർത്താവ് ഒരു 5-6 വർഷം മുന്നേ മരിച്ചതാ. അപ്പം ആരോരും ഇല്ലാത്ത. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു മടിയും കൂടാണ്ട് മെസ്സേജ് അയച്ചോ. വെറുതെ കമന്റ് ഒന്നും ഇടാൻ നിൽക്കണ്ട, നേരെ മെസ്സേജ് അയച്ചോ. എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ഞാൻ ചെയ്തു തരും. കാരണം പ്രത്യേകിച്ച് ഇപ്പം ലൈവും കാര്യങ്ങളൊന്നും ഇല്ല. മൊത്തം ബ്രേക്ക് എടുത്തിട്ടുള്ള കുറച്ച് സിനിമയും കാര്യങ്ങളെല്ലാം ആയിട്ട് അതിന്റെ പിന്നാലെ കുറച്ചധികം സമയമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഇതുണ്ടെങ്കിൽ മെസ്സേജ് അയക്കോ. അപ്പൊ ബൈ ഗൈസ്. കണ്ടില്ലേ, എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര സന്തോഷം തോന്നി. കാരണം തൊപ്പിയുടെ ആ ഒരു മാറ്റം, അതിലുപരി ഒരു ഉമ്മയ്ക്ക് അവരുടെ ട്രീറ്റ്മെൻറ്റിന്, അവരുടെ സർജറിക്ക് വേണ്ട കാശ് അത് കൊണ്ടുകൊടുക്കാൻ കാണിച്ചൊരു മനസ്സ്. ഇതിപ്പോൾ തൊപ്പിയുടെ കാശായിക്കോട്ടെ, അല്ലെങ്കിൽ തൊപ്പിയുടെ സ്പോൺസറുടെ കാശായിക്കോട്ടെ, ആരുടെ ആയിക്കോട്ടെ, ഇതിന് എടുക്കുന്ന ഇനിഷ്യേറ്റീവ്, അതാണ് ഏറ്റവും വലിയ കാര്യം. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുൻപ് എനിക്കൊരു മെസ്സേജ് വന്നു. എനിക്കറിയുന്ന ഒരു ആൻറ്റി എവിടെയോ യാത്ര പോകുന്ന സമയത്ത് ഒരു ഓട്ടോയിൽ കയറി. ഓട്ടോ ഡ്രൈവറോട് നമ്മൾ കുശലം ചോദിക്കുമല്ലോ, എവിടെയാണ് വീട്, എന്തൊക്കെയാണെന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞൊരു കാര്യം, ആൾ ആലപ്പുഴയോ എറണാകുളം എവിടെയാണ് ആളുടെ നാട്, പക്ഷേ ആൾ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ താമസിക്കുന്നു. കാരണം മകന് ക്യാൻസറാണ്, 6 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഈ മകന് ക്യാൻസറായ ആ അച്ഛൻ ട്രിവാൻഡ്രത്ത് ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നു. മകൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. RCCയിലാണ് ട്രീറ്റ്മെൻറ്റ്. ഇവിടെ വാടകയ്ക്ക് ഒരു വീട് എടുത്തിട്ടുണ്ട്, അവിടെയാണ് താമസിക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്ക് നാട്ടിൽ പോകും, തിരിച്ചു വരും, അങ്ങനെയൊക്കെ നിൽക്കുവാണ്. പക്ഷേ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് മകൻ നാട്ടിലാണ്. അവൻ്റെ ഒരു ഇൻഫെക്ഷൻ വന്നു, വീട്ടിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ നാട്ടിലോട്ട് പോയി. ഡോക്ടർ പറഞ്ഞു, മോനെ സ്കൂളിൽ ചേർത്തോളൂ, അവനിങ്ങനെ വീട്ടിൽ നിർത്തണ്ട. സ്കൂളിലെ കുട്ടികളുമായിട്ടൊക്കെ ഒന്ന് ഇടപെടുമ്പോഴേക്കും അവൻ്റെ ഒരു ആരോഗ്യമൊക്കെ ഒന്ന് റെഡിയാവും, അവൻ്റെ മൈൻഡൊക്കെ ഒന്ന് റെഡിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴേക്കും 39,000 രൂപ വേണം. നല്ലൊരു എമൗണ്ട്, ലക്ഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും എമൗണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് തീർന്നിട്ടുണ്ട്. കടങ്ങൾ മേടിച്ചും ഒക്കെയാണ് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 39,000 രൂപ കേട്ടപ്പോൾ പുള്ളി പെട്ടെന്നൊന്ന് ഷോക്കായി. എങ്കിലും അവിടെ 12,000 രൂപ പേ ചെയ്തു, 20,000 രൂപ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരും സഹായിച്ച് കിട്ടിയ കാശാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചവർ. അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞ, മോനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അന്ന് പക്ഷേ ഈ പറയുന്ന 20,000 രൂപ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴാണ് 20,000 രൂപ കിട്ടിയെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി എത്ര വേണ്ടി വരും ചോദിച്ചു. അപ്പോൾ 7,000 വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ തരാം. അത് വേറെ ഒന്നും കൊണ്ടല്ല പറഞ്ഞത്. ഒരു 6 വയസ്സുകാരൻ, അവനും സ്കൂളിൽ പോകണമെന്നും അല്ലെങ്കിൽ അവനും കുട്ടികളുമായിട്ട് കളിക്കണമെന്നും അവനും പഠിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതിന് ഈ ഒരു 7,000 രൂപ തടസ്സമാവാൻ പാടില്ല. അപ്പോൾ ഈ 20,000 രൂപ കിട്ടിയത് ഈ ആൻറ്റിയുടെ തന്നെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ട് കളക്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, ആ ബാലൻസ് എമൗണ്ട് ഞാൻ തരാം.
എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഞാനൊരു ഡേറ്റും പറഞ്ഞു, ആ ഡേറ്റിന് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇവിടെ തൊപ്പി ചെയ്തേക്കുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. കാര്യം ആ അമ്മയുടെ ട്രീറ്റ്മെൻറ്റ്, സർജറി അതിന് വേണ്ടി ചെയ്തൊരു കാര്യമാണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, ദൈവത്തിൻ്റെ കോടതിയിൽ അതിനൊരു ഫലം, അതിനൊരു പ്രതിഫലം ഉണ്ടായിരിക്കും. അത്രമാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ ആർക്കെങ്കിലുമൊക്കെ സഹായിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ സഹായിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള നാട്ടുകാരെ ബോധിപ്പിച്ചുകൊണ്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇന്നും ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നി. ഈ വീഡിയോയുടെ താഴെ, തൊപ്പി ഈ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ അതിന് താഴെ ഈ ഉമ്മയും മകളും രണ്ടുപേരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ കമൻറ്റ് ഒന്ന് വായിച്ചു നോക്കാം, എന്താണ് അവർ പറഞ്ഞതെന്നുള്ളത്. താങ്ക് യു ഇക്ക, എൻ്റെ ഉമ്മയാണിത്. ഒട്ടും പ്രതീക്ഷയില്ലാതിരുന്നപ്പോഴാണ് നിങ്ങൾ വന്നത്. സത്യം പറഞ്ഞാൽ സ്വന്തം ബന്ധുക്കൾ പോലും ഒരു നോക്ക് തിരിഞ്ഞു നോക്കാതെ, സഹായിക്കാതെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഈ സഹായമായി നിങ്ങൾ വരുമെന്ന് കരുതിയില്ല. ഒരിക്കലും മറക്കല്ലേ ഈ കടപ്പാട്. നിങ്ങളുടെ കൂടെ പടച്ചവൻ എന്നും ഉണ്ടാവും. അവർ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ഉറപ്പായിട്ടും തൊപ്പിയുടെ ലൈഫിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കും. ഇനി ആ ഉമ്മയുടെ വാക്കുകൾ. മോനെ, നീ എൻ്റെ മുന്നിൽ എത്തിയത് റബ്ബിൻ്റെ വിധിയും എൻ്റെ കണ്ണീരിൻ്റെയും വേദനയുടെയും ഫലമാണ്. ഞാൻ ഇന്നലെ നിൻ്റെ രൂപത്തിൽ പടച്ചവനെ കണ്ടു. ട്രിവാൻഡ്രം നിന്ന് അങ്കമാലി വരെ ഈ MAGJ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഒരിക്കലും മനസ്സിൽ കരുതിയില്ല സർജറി നടക്കുമെന്ന്. ഡോക്ടർ ഡേവിസ് ജോൺ പറഞ്ഞു, എല്ലാം ശരിയാവും, അഡ്മിറ്റ് ആയിക്കോളാൻ. നിനക്ക് പകരം തരാൻ എനിക്കാവുന്നത് നിൻ്റെ ആപത്തുകളെ തൊട്ടുകാക്കാൻ ഞാൻ ദുആ ചെയ്യും. നിൻ്റെ മാതാപിതാക്കൾ അടുത്ത് ഉടനെ നിന്നെ സ്വീകരിക്കും ഇൻഷാ അല്ലാ. അവരോട് പറയട്ടെ, മോൻ സമ്പാദിക്കുന്ന പണം വന്ന വഴിയേക്കാൾ അവൻ ഞങ്ങളെപ്പോലെ ഒരുപാട് പേരെ സഹായിക്കുന്നു. അതാണ് അവൻ്റെ കഴിവ്. അള്ളാഹ് അനുഗ്രഹിക്കട്ടെ നിന്നെ. ഇതാണ് ആ ഉമ്മയുടെ കമൻറ്റ്. ഇത് മതി തൊപ്പി ചെയ്ത ഈ പ്രവൃത്തിയുടെ പ്രതിഫലം എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥന, ഈ കമൻറ്റ് ശരിക്കും ഞാൻ പറഞ്ഞു, ഞാൻ നിറഞ്ഞ മനസ്സോടെ പറയുകയാണ്. തൊപ്പിയെ നേരിട്ട് കാണാൻ പറ്റിയാൽ, എന്തെങ്കിലും പറ്റിയാൽ ഒരു ഹഗ് ചെയ്യണമെന്നുണ്ട് ഈ ഒരു കാര്യം ചെയ്തതിൽ. തൊപ്പി അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഇതൊരു വീഡിയോ ആക്കിയിട്ടുണ്ടാവും, അതൊക്കെ ഓക്കെ. ഇത് കൊടുക്കാൻ കാണിച്ച മനസ്സ്, അതാണ് തൊപ്പി എന്ന് പറയുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ നിഹാദ് എന്ന് പറയുന്ന മനുഷ്യൻ വലിയവനാവുന്നത്. ദൈവം ഒന്നും നേരിട്ടൊന്നും കൊണ്ട് തരില്ല, ചില മനുഷ്യരിലൂടെ ആയിരിക്കും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അങ്ങനെ ദൈവം നിയോഗിച്ച മനുഷ്യരാവാൻ എല്ലാവർക്കും പറ്റട്ടെ, അത് മാത്രമേ പറയാനുള്ളൂ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.